പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താനായി യഹൂദ പ്രമാണികളുടെ അടുക്കൽ ഒരു യാചനയുമായി വരുന്ന ശതാധിപനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ശതാധിപൻ യേശുവിലൂടെയുള്ള സൗഖ്യത്തിന് വേണ്ടി, തൻ്റെ ഭൃത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ കാരണം യേശുവിനെ പറ്റി കേട്ടതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യേശുവിൻ്റെ മുമ്പിൽ ഈ ശതാധിപൻ്റെ ഭൃത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയുമായിട്ട് ഇതാ കുറച്ച് പേര് വന്ന് നിൽക്കുന്നു. ഇന്ന് സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധാത്മാക്കൾ, ഭൂമിയിലുള്ള വിശുദ്ധാത്മാക്കൾ, അവർ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുക. സ്വർഗീയ വിശുദ്ധരുണ്ട്, ഭൗമിക വിശുദ്ധരുണ്ട്. ഈ ലോകത്തിൽ ദൈവൈക്യത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരെല്ലാം ഭൗമിക വിശുദ്ധരാണ്. അതെല്ലാം തന്നെ മധ്യസ്ഥം വഹിച്ച് കുർബാനയുടെ ഉപരിത്ത് പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, രോഗി പരിചരണം നടത്തുന്നവർ, അറിവില്ലാത്തവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നവർ, വിദ്യ പകർന്നു കൊടുക്കുന്നവർ, അതുപോലെ ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ശുശ്രൂഷ തന്നെയാണ് ഏർപ്പെടുന്നത്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ, അവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ തുല്യ ഫലമുളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിരുമുമ്പിൽ ഇരുന്ന് മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ഈ ലോകത്തിൽ കുറേ പേര് ഭൗമിക വിശുദ്ധരായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രതിനിധികളെ ചിലരെ നമ്മൾ ഇന്നിവിടെ കാണാൻ പോവുകയാണ്. ഞാൻ വായിക്കാം. 3-ാമത്തെ വചനം നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. അതിൻ്റെ തുടർച്ചയാണ്. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു. ഇനി അവരെന്ത് ചെയ്തു? അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അത് വെറും ഒരു അഭ്യർത്ഥനയല്ല, ഒരു റിക്വസ്റ്റ് അല്ല, സിമ്പിൾ റിക്വസ്റ്റ് അല്ല. അവൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അങ്ങേറ്റം ജെന്യൂനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, അങ്ങേറ്റത്തെ ശക്തമായ ഒരു പ്രാർത്ഥനയാണത്. കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഈ യഹൂദ പ്രമാണികൾ യേശുവിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇവനിത് അർഹനാണ്. കാരണം എന്താ? അവർ 2 അടിസ്ഥാന പുണ്യങ്ങളുണ്ട്. ഒന്ന് പരസ്നേഹം, മറ്റൊന്ന് ദൈവത്തോടുള്ള സ്നേഹം. അതിന് തെളിവെന്താ? തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ പരസ്നേഹമുണ്ട്. അവൻ റോമൻ പട്ടാളക്കാരനാണ്, ശതാധിപനാണ്. പക്ഷേ യഹൂദരെ സ്നേഹിക്കുന്നുണ്ട്. ഈ റോമൻ ഭരണാധികാരികൾക്കോ റോമൻ പടയാളികൾക്കോ റോമൻ ജനതയ്ക്കോ യഹൂദരുടെ സ്നേഹം ഉണ്ടാകണമെന്നൊരു പ്രത്യേക വ്യവസ്ഥയില്ല, അതിനൊരു കാരണവുമില്ല. പക്ഷേ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരിൽ ഒരുവനായ, അല്ലെങ്കിൽ ഭൃത്യനായ ഒരുവനോടുള്ള സ്നേഹം പോലെ തന്നെ യഹൂദരോടും അവന് സ്നേഹമുണ്ട്. അവൻ്റെ ജാതിയിൽപ്പെട്ട ആളല്ല, അവൻ്റെ മതത്തിൽപ്പെട്ട ആളുമല്ല. ഇവിടെ കൃത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, യഹൂദ ജനത്തെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന യഹൂദ പ്രമാണികൾ പറയുന്നു, നമ്മുടെ ജനത്തെ അവൻ സ്നേഹിക്കുന്നു, അവന് പരസ്നേഹമുണ്ട്. അതായത് ദൈവത്തിൻ്റെ മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവർക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് ദൈവം ആരാണെന്ന്. പക്ഷേ എങ്ങനെയൊക്കെയോ ദൈവം ഒരു നിക്ഷേപിച്ച ഒരു സുഗന്ധത്തിൻ്റെ ഫലമായി ആ ദൈവജനത്തെ സ്നേഹിക്കാൻ, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സ്നേഹിക്കാൻ അവൻ തയ്യാറാണ്. 2-ാമതായി അവനൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സിനഗോഗ് എന്ന് പറഞ്ഞ ജപാലയം എന്ന് പറയുന്നത് യഹൂദർക്കൊരൊറ്റ ദൈവാലയം ഉണ്ടായിരുന്നുള്ളൂ, ജെറൂസലേം ദൈവാലയം. അവരുടെ വാഗ്ദാന പേടകം വെച്ചിരുന്ന ദൈവാലയം. യേശു വരുന്ന സമയത്ത് ആ വാഗ്ദാന പേടകമില്ല. അത് സോളമന് കാലത്ത് പണിയിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ നശിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് പുതുക്കി പണിതുവെങ്കിലും അതിൽ ഈ വാഗ്ദാന പേടകം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ജെറമ്യാ പ്രവാചകൻ എടുത്തു അത് മാറ്റിയിട്ട് നേബോ പർവ്വതത്തിലെ ഗുഹയിൽ ഒളിപ്പിച്ചിരുന്നു. പിന്നീട് ഒരിക്കലും അവർക്ക് വാഗ്ദാന പേടകം കിട്ടിയില്ല. പിന്നീട് അത് മഹാനായ ഹെറോദോസ് രാജാവ് BC 19 മുതൽ AD 27 വരെയുള്ള കാലഘട്ടത്തിൽ പുതുക്കപ്പെടുന്നത് യേശുവിൻ്റെ കാലത്തെ മഹാസൗധമായി ഉയർന്നു ദൈവാലയമാക്കുന്ന വാഗ്ദാന പേടകമില്ല. എന്നാൽ ഇവർക്ക് പ്രാർത്ഥനാലയങ്ങൾ ഒത്തിരിയുണ്ട്, പ്രെയർ ഹൗസസ്, അതാണ് ജപാലയങ്ങൾ എന്ന് പറയുന്ന സിനഗോഗുകൾ. അവർക്കൊരു സിനഗോഗ് പണിപ്പിച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ
ആ വ്യക്തിക്ക് ദൈവസേവനത്തിന്, ദൈവസ്നേഹത്തിൻ്റെ ഒരടയാളമുണ്ടെന്നാണ് അർത്ഥം. 2 കാര്യത്തിൽ ഇയാൾ ഈ അനുഗ്രഹത്തിന് യോഗ്യനാണെന്ന് യഹൂദ പ്രമാണികൾ പറയുന്നു. വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ അവർ ഉണർത്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പുണ്യങ്ങളൊന്നുമില്ലാതെ മാതാവിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു, യൗസപിതാവിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു, അന്നോറസ് പുണ്യങ്ങളുടെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു, അൽഫോൻസാമ്മ പുണ്യവതിയുടെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു. നമ്മൾ യേശുവിൻ്റെ കൃപയിലും അനുഗ്രഹത്തിലും ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ യാചിക്കുന്ന കാര്യം വിശുദ്ധ സ്വർഗ്ഗസന്നിധിയിൽ എത്തിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുന്നു, കർത്താവ് മാതാവേ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരണമേ, എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരണമേ. അപ്പം മാതാവ് എന്ത് ചെയ്യും? മാതാവ് ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. എന്താണെന്നറിയാം ആ പ്രാർത്ഥന? മോനെ, ഈ മകനെ, പുരോഹിതനായിരിക്കുന്ന ഈ മകനെ നീ വിശുദ്ധീകരിച്ച് അവൻ്റെ തെറ്റ് തിരുത്തി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ല ഞാൻ ചോദിച്ച കാര്യം നടപ്പിലാക്കി കൊടുക്കണമെന്നല്ല. ആ വിശുദ്ധാത്മാക്കൾ ദൈവസന്നിധിയിൽ, മാതാവാകട്ടെ എല്ലാ വിശുദ്ധാത്മാക്കളും ദൈവസന്നിധിയിൽ ദൈവേഷ്ടപ്രകാരമുള്ള കാര്യം നിറവേറാനേ പ്രാർത്ഥിക്കുള്ളൂ. ദൈവേഷ്ടത്തിന് വിരുദ്ധമായൊരു കാര്യം ഇപ്പം ഞാൻ മാതാവിനോട് പറയും എന്നെ മെത്രാനാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് ഉടനെ യേശുവിനോട് പോയിട്ട് എനിക്ക് വേണ്ടി ഇത്രയും എന്നോട് സ്നേഹം കാണിക്കുന്ന കൊന്തയില്ലെന്ന ഈ കൊച്ചുമാത്തച്ഛനെ മെത്രാനാക്കണമെന്നല്ല പ്രാർത്ഥിക്കുക. അവന് വിവേകവും ജ്ഞാനവും കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതുപോലുള്ള ദുരാസക്തി അവർ ഉള്ളത് നീക്കിക്കളയണമെന്നാണ് പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അത് മെത്രാനായി യാതൊരു ആഗ്രഹം ഇരിക്കില്ല കേട്ടോ. എങ്കിലും അവിടെ നിങ്ങൾ നാളെ ഇതിൽ നിന്നൊരു പുതിയൊരു തീരുമാനമെടുത്തേക്ക് കൊച്ചുമാത്തച്ഛന് മെത്രാനാ എന്ന ആഗ്രഹമുണ്ടെന്നൊന്നും തീരുമാനമെടുത്തേക്കല്ലേ. എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അതിന് എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയല്ല. അതുകൊണ്ടാണ്, അല്ലാണ്ട് അത് മോശമായതുകൊണ്ടല്ല. അത് പിന്നെ എനിക്കത് ദൈവം നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി തിരിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധാത്മാക്കൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന തുല്യമായ വിധത്തിലാണ് ഈ യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് മധ്യസ്ഥം വഹിച്ചത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ, ഇവരുടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ, വിശുദ്ധാത്മാക്കൾക്ക് തുല്യമായി ഇവർ ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥം വഹിച്ച ഉടനെ യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ യേശു അവരോടൊപ്പം പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി ഈ യഹൂദ പ്രമാണികളുടെ അപേക്ഷ കേട്ട് അവരുടെ കൂടെ ആ ഭൃത്യൻ്റെ വീട്ടിലേക്ക് പോകുന്ന യേശുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിരുമുമ്പിൽ നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധരുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഒരു വിശുദ്ധർക്കും മാതാവിനടക്കമുള്ള സ്വർഗത്തിലെത്തിയ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന വരമുള്ള സിദ്ധിയുള്ള ഒരു വിശുദ്ധർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. സത്യം സത്യം സത്യം. എന്നാൽ യേശുക്രിസ്തു വഴി നാം രക്ഷിക്കപ്പെടാൻ, നമ്മെ സഹായിക്കാൻ അവർക്ക് സാധിക്കും. സത്യം സത്യം സത്യം. അവരുടെ ഈ നമ്മളെ സഹായിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന വരമാണ്, ആ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ സമ്മാനം. അത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. സ്വർഗത്തിലെത്തിയവരും ഇവിടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധർക്ക് ഇനി ഒരിക്കലും വീഴ്ചയില്ല, പരാജയമില്ല. മാത്രമല്ല അവർ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിലായിരിക്കുന്നതുകൊണ്ട് ദൈവേഷ്ടം എന്തെന്ന് 100% അവർക്കറിയാം. ഇവിടെ ലോകത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കൾക്ക് ദൈവേഷ്ടം 100% അറിയാനായിട്ട് പറ്റില്ല. മാനുഷികമായ കുറവുകളും ബലഹീനതകളും ഉണ്ട്. അതുകൊണ്ട് 100% അവർക്ക് ദൈവേഷ്ടം അറിയണം നിർബന്ധമില്ല. എന്നാൽ സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധരോ ഇനി അവർക്ക് മാനുഷികമായ ഒരു ബലഹീനതയില്ല, ഒരു കുറവുമില്ല. അവർ ദൈവത്തെ പോലെ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു, ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ പൂർണ്ണതയിൽ അവരെത്തിച്ചേർന്നു. ദൈവമായി തീർന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ മക്കളുടെ പൂർണ്ണതയിൽ അവരെത്തിച്ചേർന്നു. അതാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്തിയ വിശുദ്ധർക്ക് ദൈവേഷ്ടമെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം നമുക്ക് കിട്ടേണ്ട കൃപയ്ക്കെല്ലാം വേണ്ടി നിരന്തരമായി ദൈവസന്നിധിയിൽ, ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് ഈ വിശുദ്ധാത്മാക്കൾക്ക് പറ്റും. അവർ യേശുവിനോടൊപ്പമാണ് ഈ ദൈവപിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, പരിശുദ്ധാത്മാവിലായിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധരോടുള്ള വണക്കം എന്ന് പറയുന്ന ആ ഒരു നല്ല കാര്യം ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ഇതിനെ തള്ളിപ്പറയും. നമ്മൾ അതിനോട് തർക്കിക്കാൻ പോകണ്ട, അവരെ കുറ്റപ്പെടുത്താനും പോകണ്ട. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, വിശുദ്ധരുടെ മധ്യസ്ഥത്തെ തള്ളിപ്പറയുന്ന, അതിനെ കുറ്റപ്പെടുത്തി പറയുന്ന
മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരെ ആരെയും കുറ്റപ്പെടുത്താനും അവരോട് വഴക്കുണ്ടാക്കാനും പോകരുത്. അവരെ ചീത്ത ഒന്നും പറയരുത്. അവർ പിന്നെ നശിച്ചു പോകുന്നൊന്നും പറഞ്ഞേക്കരുത്. പിശാചിൻ്റെ ആൾക്കാരൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത്. അവർക്ക് ദൈവം ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ യഹൂദ പ്രമാണികളെ പോലെ വിശുദ്ധ സ്വർഗത്തിൽ ചെയ്യുന്ന അതേ കാര്യം നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കട്ടെ. യേശുവിനെ പറ്റി കേട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിച്ച സൗഖ്യത്തിനായി, ഭൃത്യനു വേണ്ടി സൗഖ്യത്തിനായി യാചിക്കുന്ന ആ ശതാധിപനെ പോലെയും അതുപോലെ ഈ യഹൂദ പ്രമാണികളെ പോലെയും യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ, അങ്ങനെ യേശുവിൻ്റെ കൂടെ പുറപ്പെടാൻ, സ്വർഗോന്മുഖ യാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശോയെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ അങ്ങ് നൽകിയ സ്വർഗീയ വെളിപാടുകളെ ഓർത്ത് നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾക്ക് അഭിഷേകവും മരുന്നുമൊക്കെ ആയിട്ട് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.